ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? പണ്ടെങ്ങോ പാടിയ പഴയൊരാ പാട്ടിൻ്റെ വരികൾ അതെനിക്ക് ഓർമ്മ വരുന്നു. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഏതാണ് വരികൾ? ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന എൻ്റെ മുറ്റത്തെ ചക്രമാവിൽ നിന്നും, ഞാൻ മണ്ണപ്പം ചുട്ട് കളിച്ചപ്പോൾ തണൽ നൽകിയ അതേ മാവിൽ നിന്നും 2 മാങ്ങ പറിച്ച് നല്ല രുചിയുള്ള മാങ്ങയച്ചാർ അമ്മയുടെ വക. കണ്ടാലോ? ഈ മാങ്ങയച്ചാറിന് ഞങ്ങൾ കുറച്ച് വലുതായിട്ടാണ് അരിയാട്ടോ. മാങ്ങ കറി അച്ചാറുണ്ട് വേറെ, അതിന് ചെറുതായിട്ട് അരിയും. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കല്ലുപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അത് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതാ ഇങ്ങനെ പാത്രം കുലുക്കി 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 മിക്സ് ചെയ്തിട്ട് ഒരു ദിവസത്തേക്ക് വെക്കുക. പിറ്റേ ദിവസം ദാ ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഊറിയിട്ട് അടിയിലുണ്ടാവും. ഇനി ഒരു പാത്രത്തിൽ ഉലുവയും കായും എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് തണുക്കുമ്പോൾ പൊടിച്ചു വെക്കുക. ഇനി അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിക്കുക, ഈ നല്ലെണ്ണയെ. എന്നിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഇത്തിരി കടുക്, അതിന് മുമ്പ് ഇത്രയും സാധനം റെഡിയാക്കി വെക്കണേ: പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത്, പിന്നെ വറ്റൽമുളകും. ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക. ഇങ്ങനെ ചേർക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുക. അതും ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി അത് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇടുക. അതിനുശേഷം തീയൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട്, പിന്നെ കനൽ മാത്രമായിരിക്കണം. ഇനി സ്റ്റൗവിലാണെങ്കിൽ സിമ്മിൽ വെച്ചോളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ട് ഇത്തിരി അച്ചാർ പൊടിയും കൂടി ചേർത്തിട്ട് വഴറ്റും. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഈ മാങ്ങയുടെ ഈ വെള്ളം മാത്രം ആദ്യം ഒഴിക്കുക. എന്നിട്ട് അത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കുക. അതിന് ശേഷം ഈ മാങ്ങ മുഴുവൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാണേ, താഴെ കനൽ മാത്രമേ പാടുള്ളൂ, തീ കത്താൻ പാടില്ല. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കായവും ചേർന്ന ആ പൊടി ഇതിലേക്ക് നന്നായിട്ട് വിതറിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേ നല്ല രുചിയുള്ള മാങ്ങയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വരുവോളം വാടാതിരിക്കാൻ ഞാനിതെടുത്ത് കുപ്പിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. വന്നാൽ നല്ല അച്ചാറും കൂട്ടിയിട്ട് ചോറ് കഴിക്കാം. വരുന്നോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ.